ഹലോ ലിബ്ര, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം തുലാം രാശിക്കാരുടെ ജൂലൈ മാസത്തിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ്, നോർത്ത് നോഡിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഏത് സൈനിലോട്ടാണോ ഗൈഡ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ കറക്റ്റ് എനർജി വന്നിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടിരുന്നിട്ട് റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ലിബ്ര സൈൻ തുലാം രാശിക്കാരുടെ ജൂലൈ മാസത്തിലോട്ടുള്ള ഓവറോൾ എനർജീസ് എന്തൊക്കെയാണ്. ലിബ്ര തുലാം രാശിക്കാരുടെ എനർജീസ് എങ്ങനെയാണ്? താങ്ക് യു. ഗ്രേസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ത്രൂ ഗ്രാറ്റിറ്റ്യൂഡ് ജോയ് എക്സ്പാൻസ്. ഈ ഒരു മന്തിൻ്റെ ഫസ്റ്റ് 10 ഡേയ്സിൻ്റെ എനർജിയാണിത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഒരു പാത അല്ലെങ്കിൽ ഒരു ന്യൂ എനർജി ഓപ്പൺ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ഒത്തിരി തിങ്ക് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. ആലോചിച്ച് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു എനർജിയിൽ ഇരിക്കുന്നതായിട്ട് കുറച്ച് പേർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് കൺഫ്യൂഷൻസും വരുന്നുണ്ടാകാം. ഇതാണോ എൻ്റെ റൈറ്റ് പാത്ത്, ഇതാണോ ഞാൻ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടിട്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത്, ആ ഒരു കൺഫ്യൂഷനും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് കുറച്ചും കൂടെ ഡിവൈൻ പ്ലാൻ, ഈശ്വരൻ്റെ ആ ഒരു എനർജി നിങ്ങൾ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് 10 ഡേയ്സിൽ ശ്രദ്ധിക്കേണ്ടത് ത്രൂ ഗ്രാറ്റിറ്റ്യൂഡ് ജോയ് എക്സ്പാൻസ്. അതായത് എത്രത്തോളം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിലിരിക്കുന്നു, ഈശ്വരനോട് നന്ദി പറഞ്ഞിരിക്കുന്നു, ഈശ്വരനെ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി എത്രത്തോളം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബേസിസിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനായിട്ട്, ലൈഫിലൊരു എക്സ്പാൻഷൻ, ഒത്തിരി പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട്, പുതിയ എനർജീസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ഡേയ്സ് പോസിബിൾ ആകുന്നതാണ്. കുറച്ച് പേരോട് പാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യാതിരിക്കാനായിട്ടും പറയുന്നുണ്ട്. കുറച്ചും കൂടെ ഗ്രേസ്ഫുള്ളി അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേരുടെ ഹാൻഡ്സും ഈ ഒരു ഫസ്റ്റ് 10 ഡേയ്സ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഹാൻഡ് ചക്ര ഒത്തിരി ഹീലിങ്ങിൽ വരുന്നതാണ്. ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളെ ആ ഒരു എനർജി പ്രാപ്തരാക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കലാപരമായിട്ടുള്ള കഴിവുകൾ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഫാഷൻ ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇൻ്റർനാഷണൽ ട്രാവലിൻ്റെ എനർജിയും കാണുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നുണ്ടാകാം. അതോടൊപ്പം തന്നെ റേ ഓഫ് ഹോപ്പ്, ഒത്തിരി പ്രതീക്ഷ നൽകുന്ന അങ്ങനത്തെ ഒരു എനർജിയും കാണുന്നുണ്ട്. കോൺഫിഡൻസ് നൽകുന്ന ഒത്തിരി എനർജീസും ഈ ഒരു ഫസ്റ്റ് 10 ഡേയ്സ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. റീച്ചിങ് യുവർ ഡെസ്റ്റിനേഷൻ, ബ്യൂട്ടിഫുൾ എനർജിയാണ്. നെക്സ്റ്റ് 10 ഡേയ്സ് വന്നിട്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ എത്തുന്നതായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, എന്താണോ ഡ്രീംസ്, അതിലോട്ട് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പാത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകുന്നതാണ്. കുറച്ച് പേർക്ക് വന്നിട്ട് വ്യക്തമാകുന്നതാണ് എന്താണ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിലെല്ലാം ഒരു ക്ലാരിറ്റി, വ്യക്തത വരുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും എനർജീസ് നിങ്ങളുടെ ഡ്രീംസ് ആയിട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ളത് സംഭവിക്കും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഊർജം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ആ ബബിൾസും ബ്രേക്ക് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, സത്യസന്ധമായിട്ടും എൻ്റെ ഡ്രീംസ് എന്താണ് ഞാൻ നേടേണ്ടത്, ഏതാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ, അതിലോട്ട് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് യുവർ ലൈറ്റ് ഈസ് ഷൈനിങ് ബ്രൈറ്റ്ലി. നിങ്ങളുടെ ലൈറ്റ് ഒത്തിരി പ്രകാശം, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ചൈതന്യം, ആ ഒരു ലൈറ്റ് ഇവിടെ പ്രകാശിക്കുന്നതായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് ത്രോട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ഹീലിംഗ് കാണുന്നുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് ഉണ്ടായിട്ടുണ്ട്, സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതെല്ലാം കുറച്ച് പേർക്ക് ക്ലിയർ ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹോം റിട്ടേൺ ആണ്, വീട്ടിലോട്ട് തിരിച്ചെത്താനായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. ക്ലെൻസിങ് വാട്ടേഴ്സ്. ലാസ്റ്റ് 10 ഡേയ്സ് വന്നിട്ട് ക്ലെൻസിങ്ങിൻ്റെ ടൈമാണ്, ശുദ്ധീകരണത്തിൻ്റെ ടൈമാണ്. എന്തെല്ലാം കാര്യങ്ങളാണോ ഹീൽ ചെയ്യേണ്ടത്, ലെറ്റ് ഗോ ചെയ്യേണ്ടത്, അതിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ആത്മീയമായിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയാണ്. കുറേ കൂടെ ഇൻറ്റ്യൂഷനായിട്ട്, ആത്മീയമായിട്ടുള്ള എനർജി ആയിട്ട് നിങ്ങൾ എന്താ പറയുക, യോജിച്ച് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജിയും ഒത്തിരി പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. ഒത്തിരി ഷിഫ്റ്റ് മാറ്റങ്ങൾ, പെട്ടെന്നുള്ള ഷിഫ്റ്റ് മാറ്റങ്ങൾ, എനർജീസ് ഈ ഒരു ലാസ്റ്റ് ഫേസിൽ സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ
അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ എനർജിയും കാണുന്നുണ്ട്. കുറച്ചും കൂടെ ഇമോഷണലി കൺട്രോൾഡ് ആയിട്ടിരിക്കാനായിട്ട്, ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്നതായിട്ട്, ആത്മീയമായിട്ടുള്ള ഒത്തിരി നിങ്ങളുടെ ഉള്ളിലോട്ട് ഒത്തിരി തിരിയാനായിട്ടുള്ള എനർജീസും ഈ ഒരു സമയത്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് പ്യൂരിഫിക്കേഷൻ ആക്ടിവേറ്റ്സ് വൈബ്രൻറ്റ് ലൈഫ് ഫോഴ്സസ്. നിങ്ങളുടെ എത്രത്തോളം നിങ്ങളെ പ്യൂരിഫൈ ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു, അത്രയും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള എനർജി ആക്ടിവേറ്റ് ആകുന്നതാണ്, ഊർജം കൂടുന്നതാണ്. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുക. ബ്യൂട്ടി ഇവിടെ കാണുന്നുണ്ട്, സൗന്ദര്യം ഇവിടെ വർദ്ധിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസ് ഫോക്കസിൽ വരുന്നുണ്ടാകാം, കോംപ്ലിമെൻറ്റ്സ് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെയും കുറച്ച് പേര് നിങ്ങളുടെ ഹെൽത്തിന്, നിങ്ങളുടെ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ബാക്കിൽ ജേർണി ബൈ മൂൺ ലൈറ്റ്. അപ്പോൾ ഈ ഒരു മന്ത് ഓവറോൾ ഒരു ഇമോഷണൽ ജേർണിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, വൈകാരികമായിട്ടുള്ള ഒരു യാത്രയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു യാത്രയിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതാണ്, മനസ്സിലാക്കുന്നതാണ്, ഹീൽ ചെയ്യുന്നതാണ്, ഫൈനലി ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഊർജ്ജം അവൈലബിൾ ആണ്. നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിലീവ് ഇൻ മാജിക്കിൽ ബിലീവ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ബിലീവ് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്, അതാണ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അവിടെ കുറച്ചും കൂടെ പോസിറ്റിവിറ്റി കൊണ്ടുവരിക. കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഡെസേർട്ട് പാസേജ് ആണ്. ട്രസ്റ്റ് ദർ ഈസ് എ ഡിവൈൻ പ്ലാൻ ട്രസ്റ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, ഹെൽത്ത് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി നോക്കാം. ലിബ്ര സൈൻ, ജൂലൈയുടെ എനർജി. കരിയർ, ഫിനാൻസ്, ഹെൽത്ത് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി എന്താണ്? താങ്ക് യു. ടെൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ബ്യൂട്ടിഫുൾ എനർജിയാണ്. കരിയർ വൈസ് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി കാണുന്നുണ്ട്. ഇവിടെ ഒത്തിരി നോളേജ്, അറിവിൻ്റെ എനർജിയാണ് മെയിനായിട്ട് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ടീച്ചിങ് മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ വാക്കുകൾ, നിങ്ങളുടെ വോയിസ് ഭയങ്കര പവർഫുള്ളായിരിക്കാം. അത് ആ ഒരു കരിയർ ഫീൽഡിൽ നിങ്ങളുണ്ടെങ്കിൽ അവിടെ ഒത്തിരി അഭിവൃദ്ധി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓവറോൾ ഒരു കണ്ടൻറ്റ്മെൻറ്റ്, ഹാപ്പിനെസ്സിൻ്റെ എനർജി കാണുന്നുണ്ട്. ഇവിടെ ഫാമിലിയുടെ എനർജിയും കാണുന്നുണ്ട് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ കുറേ കൂടെ ഫാമിലിക്ക് കുറേ കൂടെ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ നീഡ്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി സ്ട്രോങ് എനർജിയിൽ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ ഗിഫ്റ്റ്, കഴിവുകൾ, അത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫും കരിയർ ലൈഫും ഒരു ബാലൻസിൽ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പരസ്പരം ഒരു സഹായം, സപ്പോർട്ട് കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകാം. ഇവിടെ ടു ഓഫ് വാൻസിൻ്റെ എനർജിയിൽ ഹെൽത്ത് വൈസിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിലെടുത്ത എന്തെങ്കിലും തീരുമാനങ്ങൾ, ചോയ്സസ് നിങ്ങളുടെ ഹെൽത്തിൽ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്ര ഹീലിങ്ങും കാണുന്നുണ്ട്. ഒത്തിരി സ്നേഹം, കമ്പാഷൻ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ ആ ഒരു പ്യൂരിഫിക്കേഷനാണ്, ഓവറോൾ പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണത്തിൻ്റെ എനർജിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം. അതിന് നിങ്ങളെ ഹീലിങ്ങിന് ഒത്തിരി നിങ്ങളെ സഹായിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അവരെല്ലാം നിങ്ങളെ മൈൻഡ്, ബോഡി, സ്പിരിറ്റ് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ഒത്തിരി സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ചിലപ്പോൾ കുറച്ച് പേര് നിങ്ങളുടെ ഹെൽത്ത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ടും പോകുന്നുണ്ടാകാം. എന്തെങ്കിലും ഒരു ബിഗ് ഡിസിഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ടാകാം. ഓക്കെ, ഇവിടെ ഫോർ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ലവ്, റിലേഷൻഷിപ്പ്, ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി പോസിറ്റീവ് എനർജിയാണ് കാണുന്നത്. ഗുഡ് ഫോർ യു. 4 കാർഡ്സും നല്ല എനർജീസാണ്, പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് വന്നേക്കുന്നത്. ഇവിടെ ഒത്തിരി ബാലൻസ് കാണുന്നുണ്ട്.
എഗെയിൻ പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് കാണുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പിൻ്റെ എനർജി കാണുന്നുണ്ട്, ഒത്തിരി സെലിബ്രേഷൻ ആഘോഷത്തിൻ്റെ എനർജി, പീസ് ആൻഡ് കണ്ടൻമെൻറ്റിൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും സെൽഫ് എംപ്ലോയ്മെൻറ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിലാണോ ഉള്ളതെങ്കിൽ അവിടെയും ഒത്തിരി ഹാപ്പിനെസ്സിൻ്റെ എനർജി കാണുന്നുണ്ട് ഈ ഒരു മന്ത് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക, ഈശ്വരനോട് നന്ദി പറയുക, താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. അത് നിങ്ങളെ ഓവറോൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കണ്ടോ, എഗെയിൻ ഇവിടെ സ്നേഹം, കമ്പാഷൻ, റൊമാൻസിൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ബാലൻസിൽ നിലനിർത്താനായിട്ടാണ് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്. മോഡറേഷൻ കൊണ്ടുവരിക, ഒന്നും അമിതമാകാതിരിക്കുക, ഒന്നും കുറഞ്ഞു പോകാതിരിക്കുക. ആ ഒരു മോഡറേഷൻ്റെ എനർജിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഓവറോൾ ഈ ഒരു മന്ത് സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ഫുൾ മൂൺ എനർജി നോക്കാം. ലിബ്ര സൈൻ, തുലാം രാശിയുടെ ഫുൾ മൂൺ എനർജി എന്താണ്? താങ്ക് യു. പ്രാക്ടീസ് പേഷ്യൻസ്. ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ കുറച്ചും കൂടെ ക്ഷമയോടുകൂടി, പേഷ്യൻസോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ അയോലൈറ്റാണ്. ഷിഫ്റ്റ് യുവർ മണി മൈൻഡ് സെറ്റ്. കുറച്ച് പേരോട് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്, മണിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ലോ വൈബ്രേഷൻ എനർജി ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരു ഷിഫ്റ്റ്, മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഒരു അബണ്ടൻറ്റ് മെൻറ്റാലിറ്റി, സമ്പൽ സമൃദ്ധിയുടെ എനർജിയിലിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇത് ചിലപ്പം മണി മാത്രമാകണം എന്നില്ല. നിങ്ങളുടെ സെൽഫ് വർത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, മൂല്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കാനായിട്ട് ശ്രമിക്കുക. ബാക്കിൽ ഹെമറ്റൈറ്റാണ്. ഗ്രൗണ്ട് യുവർ സെൽഫ്. അപ്പോൾ ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ എഗെയിൻ പറയുന്നത് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, റിയാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. ഇപ്പോഴെന്താണോ ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴെന്താണോ സംഭവിക്കുന്നത് ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുക. സത്യം മനസ്സിലാക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു തീർക്കാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ ഗെയിൻ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ന്യൂ മൂൺ എനർജി നോക്കാം. ലിബ്ര, തുലാം രാശിയുടെ ന്യൂ മൂൺ എനർജി എന്താണ്? താങ്ക് യു. ഇവിടെ ലാസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ സ്കോർപ്പിയോ ആണ്. റിവീൽ വാട്ട് നീഡ്സ് ടു ബി സീൻ. നിങ്ങൾക്ക് ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ ഒത്തിരി ക്ലാരിറ്റി, വ്യക്തത വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണോ കാണേണ്ടത്, എന്താണോ മനസ്സിലാക്കേണ്ടത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി എനർജീസ് വരുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ തേർഡ് ഐ അല്ലെങ്കിൽ ക്രൗൺ ചക്ര അവിടെ ആക്ടിവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ക്ലാരിറ്റി, വ്യക്തത നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് എഗെയിൻ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിലിരിക്കാനായിട്ടാണ് പറയുന്നത്. ഈശ്വരനോട് നന്ദി പറയാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റിൽ പഠിച്ച പാഠങ്ങൾ എന്തുമായിക്കോട്ടെ അതിനെ കുറച്ചും കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക. നന്ദിയോടുകൂടി അതിനെ സ്മരിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ചിലപ്പോൾ റാൻഡമായിട്ട് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകാം. അവരോടും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ കാണിക്കാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഫോർഗീവ്നെസ്സിൻ്റെ എനർജിയാണ്. ക്ഷമിക്കാനായിട്ടും ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് ഇഷ്യൂസ് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അവിടെയും ക്ഷമ അത്യാവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലായിരിക്കാം, വ്യക്തിബന്ധങ്ങൾ, പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയിലായിരിക്കാം. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഒത്തിരി പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. ലിബ്ര, ജൂലൈയുടെ എനർജി. താങ്ക് യു. എയ്റ്റ് ഓഫ് കപ്സ്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. പ്രത്യേകിച്ചും ഇവിടെ എന്തെങ്കിലും വിക്ടിം മൈൻഡ് സെറ്റ്, നിങ്ങളൊരു വിക്ടിമാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല, എന്തുമായിക്കോട്ടെ, ലോ വൈബ്രേഷൻ എനർജീസ്. കുറച്ച് പേർക്ക് ഈ ഒരു മൈൻഡ് സെറ്റുമായിരിക്കാം, മണി മൈൻഡ് സെറ്റുമായിരിക്കാം. അവിടെയും കുറച്ചൊരു പോസിറ്റിവിറ്റി, മാറ്റം, ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട്, ഷിഫ്റ്റ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ആൻസേഴ്സ്, സൊല്യൂഷൻസ്, ഉത്തരങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചിട്ട്. അതും നിങ്ങൾക്ക് ക്ലാരിറ്റി നൽകുന്നതാണ്. പോസിറ്റീവ് ലൈറ്റിലോട്ട് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. മണി ഫിനാൻസ് ആയിട്ടുള്ള പ്രോബ്ലം അതുണ്ടെങ്കിലും
നിങ്ങൾക്ക് അവിടെയും എന്തെങ്കിലുമൊക്കെ ഒരു റിഫ്ലക്ഷൻ എനർജി വരുന്നതാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അതുവഴി ഒരു പോസിറ്റീവ് ലൈറ്റിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സങ്കടങ്ങൾ, വിക്ടിം മൈൻഡ് സെറ്റ് അതെല്ലാം റിലീസ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. ക്യൂൻ ഓഫ് കപ്സ്, ബ്യൂട്ടിഫുൾ എനർജി. ഇത് രണ്ടും ഒത്തിരി സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള എനർജിയാണ്. ഒത്തിരി സ്പിരിച്വൽ നോളേജ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ ഗൈഡൻസ്, എഗെയിൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ റീച്ചിങ് യുവർ ഡെസ്റ്റിനേഷനാണ്. അതിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒത്തിരി സ്പിരിച്വൽ ഗൈഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഒത്തിരി ഗൈഡ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് മനസ്സമാധാനമാണ്, പീസ്ഫുൾ ആയിട്ടുള്ള എനർജിയാണ്. ഇൻറ്റ്യൂഷനായിട്ട് നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജിയായിട്ട് കുറേ കൂടെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പാസ്റ്റിലെ സൈക്കിൾസ് എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. ഇമോഷണലി നിങ്ങളെ ഒത്തിരി വിഷമിപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങൾ എൻഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ത്രോട്ട് ചക്ര, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ത്രോട്ട് ചക്രയ്ക്ക് ഇവിടെ മാറ്റങ്ങൾ വരുന്നതാണ്. അതെല്ലാം നിങ്ങളെ ഹാപ്പി ആയിട്ട് നിർത്തുന്നതാണ്. താങ്ക് യു. 10 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് കപ്സ്, 10 എനർജിയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി പല കാര്യങ്ങളും എൻഡ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി നിങ്ങൾ ഒത്തിരി ചാപ്റ്റേഴ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ റൂട്ട്സ്, ഫാമിലി, ആൻസിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലായിരിക്കാം, റൊമാൻസ്, ഇമോഷണൽ ആയിട്ടുള്ള എനർജിയിലായിരിക്കാം, മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. ഒത്തിരി ചാപ്റ്റേഴ്സ് ഇവിടെ നിങ്ങൾ ഓൾറെഡി എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് ഇനി വറി ചെയ്യാതിരിക്കുക. ഇൻ കേസ് അത് റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പാസ്റ്റിലെ പാഠങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ബാക്കിൽ വേൾഡാണ് വന്നേക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി എൻഡ് ചെയ്ത് കഴിഞ്ഞു, ഇനിയൊന്നും അവിടെ ചെയ്യാനായിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുക. നെക്സ്റ്റ് ലെവലിൽ ഒത്തിരി സ്നേഹം കാണുന്നുണ്ട്, ഒത്തിരി ഗ്രോത്ത് കാണുന്നുണ്ട്, എഗെയിൻ ഒത്തിരി ഹീലിംഗ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് മനസ്സിൽ നിങ്ങൾ ഓർക്കുക ഈ ഒരു സമയത്ത്. കുറച്ച് പേർക്ക് ഫോർഗീവ്നെസ് ആണ്. പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിച്ചവരെ ഫോർഗീവ് ചെയ്യുക, ലെറ്റ് ഗോ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക ഈ ഒരു മന്ത് വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ് എന്താ നോക്കാം. ജൂലൈ ലിബ്ര, തുലാം രാശിക്കാരുടെ ബ്ലെസ്സിങ് എന്താണ് ഈ ഒരു മാസത്തിലോട്ട്. ഫ്രീലാൻസ് ജോബ്, ബ്യൂട്ടിഫുൾ. ഫ്രീലാൻസ് ജോബ് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നതാണ്. ന്യൂ ഹോം, കൺഗ്രാറ്റുലേഷൻ. ഇൻ്റർനാഷണൽ ട്രാവൽ, യാത്ര, ട്രാവലിൻ്റെ എനർജി, വീടിൻ്റെ എനർജി. റിക്കവറി, പാസ്റ്റിൽ നിന്നിട്ടുള്ള റിക്കവറിയാണ്, ഹീലിങ്ങിൻ്റെ എനർജിയാണ് കാണുന്നത്. ബാക്കിൽ ന്യൂ ബിസിനസ് ആൻഡ് സക്സസ്, ഐ ആം സോറി. കുറച്ച് പേർക്ക് ഇവിടെ ഹീലിംഗ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർഗീവ്നെസ്, എന്തെങ്കിലുമൊക്കെ സോറിയുടെ എനർജി വരുന്നുണ്ടാകാം ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ് നോക്കാം. താങ്ക് യു. ലിബ്ര സൈൻ, ജൂലൈയുടെ ബ്ലെസ്സിങ് എന്തൊക്കെയാണ്? താങ്ക് യു. ബി അസേർട്ടീവ്, ഇവിടെ വന്നിട്ട് ഒത്തിരി ധൈര്യത്തിൻ്റെ അതുപോലെ തന്നെ ദൃഢനിശ്ചയത്തിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട്. എല്ലാം ചെയ്യാനായിട്ടുള്ള ആ ഒരു ഊർജ്ജം, ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിലും അവിടെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് സാധിക്കുന്നതാണ്. മാനിഫെസ്റ്റേഷൻ ടൂൾസ്, കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം. യുവർ പ്രേയേഴ്സ് ഹാവ് ബീൻ ഹേർഡ്, ബ്യൂട്ടിഫുൾ എനർജി, കൺഗ്രാറ്റുലേഷൻ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇവിടെ പൂർത്തീകരിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈശ്വരൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഈ ഒരു മന്ത് ലഭിക്കുന്നതാണ്. കംഫർട്ട് സോൺ, കുറച്ച് പേർക്ക് നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം.
എന്തൊക്കെ സിറ്റുവേഷൻസ് ആണോ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത് അതിൽ നിന്നും പുതിയൊരു എനർജിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം കുറച്ച് പേർക്ക്. എക്സ്പ്ലോർ യുവർ ഷാഡോസ്, കുറച്ചും കൂടെ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട്, നിങ്ങളുടെ ഷാഡോസ് മനസ്സിലാക്കാനായിട്ട്, റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത് സാധിക്കുന്നതാണ്. അതും ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് കുറച്ചും കൂടെ സ്മൂത്ത് ആക്കി മാറ്റാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഡാർക്ക് തോട്ട്സ്, വേണ്ടാത്ത ചിന്തകൾ, എന്തെങ്കിലും നെഗറ്റിവിറ്റി വരുന്നുണ്ടെങ്കിലും അതിനോട് നോ പറയാനായിട്ട്, സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേരുടെ ഇവിടെ ചക്ര ബ്ലോക്കേജ് ഹീലാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിൽ എൻ്റെ തൊണ്ട ബ്ലോക്ക് ആകുന്നുണ്ട്. കുറച്ച് പേർക്ക് ത്രോട്ട് ചക്ര ഹീലിംഗ് ആയിരിക്കാം. അലൗ ദ വാൾസ് ടു കം ഡൗൺ. എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഒരു വാള് ഉണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും കുറച്ച് പേര് ശ്രദ്ധിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് ഒരു പുതിയ ഡയറക്ഷൻ ചൂസ് ചെയ്യുന്നതായിട്ട്, പുതിയ ഡിസിഷൻസ്, പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടും ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങളുടെ എനർജി വന്നിട്ട് ആത്മീയമായിട്ടുള്ള എനർജിയാണ്, സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ ഗുഡ് ഫോർ യു. നന്നായിട്ട് യൂസ് ചെയ്യുക ഈ ഒരു എനർജീസ് വന്നിട്ട്. നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളുന്നത്, യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഭംഗിയായിട്ട് യൂസ് ചെയ്യുക. അത് നിങ്ങളെ ഓവറോൾ ഈ ഒരു മന്ത് സഹായിക്കുന്നതാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ലിബ്ര സൈൻ്റെ ജൂലൈ മാസത്തിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.